ഫിറ്റ്നസ് ഫോർ എവ്രി വൺ എന്ന പ്രോഗ്രാമിൻ്റെ ആദ്യ വർക്കൗട്ട് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആദ്യ ദിനം എക്സസൈസുകൾ ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഇപ്പോഴത്തെ ഫിറ്റ്നസ് സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്നറിയുവാൻ ഒരു ഫിറ്റ്നസ് ടെസ്റ്റ് നടത്താം. അതിനായി ആദ്യം ഒരു പേപ്പറും പേനയും കരുതുക. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ടോ ജിമ്മിൽ പോകാൻ സാധിക്കുന്നവർക്ക് ജിമ്മിൽ വച്ചുകൊണ്ടോ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത ഏതൊരാൾക്കും പേശീബലം, മാനസികാരോഗ്യം, ഹൃദയാരോഗ്യം എന്നിവ വർദ്ധിപ്പിക്കുവാൻ ഈ വർക്കൗട്ട് പ്രോഗ്രാമിൻ്റെ കാർഡിയോ ആൻഡ് വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസുകൾ സഹായിക്കും. സർജറി കഴിഞ്ഞവർ, സ്ട്രോക്ക്, ഹൃദ്രോഗം എന്നിങ്ങനെയുള്ള ഗുരുതരമായ മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവർ നിങ്ങളുടെ ഡോക്ടറുമായി കൂടിയാലോചിച്ച് നിർദ്ദേശപ്രകാരം വർക്കൗട്ട് ചെയ്യേണ്ടത് അനിവാര്യമാണ്. നമുക്കാദ്യമായി ഫസ്റ്റ് ടെസ്റ്റിലേക്ക് കടക്കാം. വാമപ്പ് എക്സസൈസ്. ആദ്യം നെക്ക് സ്ട്രെച്ചിങ്. അടുത്തതായി ചെസ്റ്റ് സ്ട്രെച്ച് ചെയ്യുക. ബാക്കോട്ട് ഇൻഹെയിൽ, മുന്നോട്ട് എക്സെയിൽ. അടുത്തതായി ഷോൾഡർ സ്ട്രെച്ചിങ്, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. അടുത്തതായി ഹിപ്പ് റൊട്ടേഷൻ. അടുത്തതായി ആംഗിൾ റൊട്ടേഷൻ. ഇരുകാലുകളും ബാലൻസ് ചെയ്ത് നിന്നുകൊണ്ട് രണ്ട് സൈഡുകളിലേക്കും. നെക്സ്റ്റ് ഫ്രണ്ട് കിക്ക്. ഓപ്പോസിറ്റ് കാലുകൾ ഉപയോഗിച്ച് മാറി മാറി കിക്ക് ചെയ്യാം. അതുപോലെ സൈഡ് ലെഗ് റൈസ്. അടുത്തതായി വൈഡ് ലെഗ് ടോ ടച്ച്, അതുപോലെ ബാക്ക് സ്ട്രെച്ചും. ഇത്രയും നേരം നമ്മൾ ചെയ്ത വാമപ്പ് എക്സസൈസുകൾ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് 10-ൽ എത്ര മാർക്ക് കൊടുക്കാമെന്ന് മനസ്സിലാക്കി കയ്യിലുള്ള പേപ്പറിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ തന്നെയാണ് തുടർന്നുള്ള മറ്റു ടെസ്റ്റുകളിലും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ടെസ്റ്റ് ഹാംസ്ട്രിങ്സ്, അതുപോലെ ലോവർ ബാക്ക് ഫ്ലെക്സിബിലിറ്റി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. തുടർന്ന് മാർക്ക് രേഖപ്പെടും. നമ്മുടെ സ്ട്രെങ്ത്തും എൻഡ്യൂറൻസും പരിശോധിക്കാൻ പുഷപ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരൊറ്റ സെറ്റിൽ പരമാവധി എത്ര റെപ്സ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. പുഷപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പൂർണ്ണമായും സാധിക്കുന്നില്ല എങ്കിൽ മുട്ടുകാലിൻ്റെ സപ്പോർട്ടോടുകൂടി പ്ലയോ പുഷപ്സ് ചെയ്യാം. സാധിക്കുന്നിടത്തോളം തവണകൾ ആവർത്തിക്കുക. മാർക്ക് രേഖപ്പെടുത്തുക. അടുത്തതായി പ്ലാങ്ക്. കൂടുതൽ സമയം ഹോൾഡ് ചെയ്യാൻ പരിശ്രമിക്കുക, പറ്റാവുന്നിടത്തോളം സമയം.
മാർക്ക് രേഖപ്പെടുത്തുക. അടുത്തതായി ഫങ്ഷണൽ മൂവ്മെൻറ്റ് ടെസ്റ്റിലൂടെ നമ്മുടെ ഓവറോൾ മൂവ്മെൻറ്റ് എത്രത്തോളം എന്ന് പരിശോധിക്കാം. ആദ്യമായി റീച്ചിങ് ടെസ്റ്റ്, റോട്ടറി സ്റ്റെബിലിറ്റി ടെസ്റ്റ്. ലെഗ് റേസിംഗ് ടെസ്റ്റ്, റീച്ചിങ് ടെസ്റ്റ്, റോട്ടറി സ്റ്റെബിലിറ്റി ടെസ്റ്റ്, ലെഗ് റേസിംഗ് ടെസ്റ്റ്, ഇവ മൂന്നിൻ്റെയും പെർഫോമൻസ് അനുസരിച്ച് നിങ്ങളുടെ മാർക്ക് രേഖപ്പെടുത്തുക. അടുത്തതായി നമ്മുടെ ബാലൻസും സ്റ്റെബിലിറ്റിയും മനസ്സിലാക്കാൻ ബാലൻസ് ചെയ്തു നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു കാൽ ഉയർത്തി മുട്ടുകാൽ മടക്കി ഇതുപോലെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. സാധിക്കുന്നിടത്തോളം ടൈം ഹോൾഡ് ചെയ്യുക. മാർക്ക് രേഖപ്പെടുത്തുക. അടുത്തതായി നമ്മുടെ കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ് മനസ്സിലാക്കാൻ, അതായത് നമ്മുടെ ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും കപ്പാസിറ്റി മനസ്സിലാക്കാൻ നമുക്ക് ഇതുപോലെ ജമ്പ് ചെയ്യാം. നിങ്ങൾക്ക് സമയം നോക്കാവുന്നതാണ്. വാച്ചിൽ ടൈമർ സെറ്റ് ചെയ്തുകൊണ്ട് 1 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കുമോ എന്ന് നോക്കാം, നിർത്താതെ തന്നെ. വീണ്ടും മാർക്ക് രേഖപ്പെടുത്താം. അടുത്തത് നമ്മുടെ കോർ സ്ട്രെങ്ത് മനസ്സിലാക്കുവാൻ പ്രധാനമായി നമ്മുടെ ആബ്സിൻ്റെയും ലോവർ ബാക്കിൻ്റെയും സ്ട്രെങ്ത് മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു. ഈ പൊസിഷനിൽ ബാക്കോട്ട് പോകുമ്പോൾ ഇൻഹെയിലും മുന്നോട്ട് എക്സെയിലും. വീണ്ടും മാർക്ക് രേഖപ്പെടുത്തുക. അടുത്തത് ലെഗ് സ്ട്രെങ്ത് മനസ്സിലാക്കുവാൻ നമുക്ക് സ്ക്വാട്ട് പൊസിഷനിൽ ഇരിക്കാം. മുട്ടുകാലിൽ സ്ട്രെയിൻ ആകാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. മുട്ടുകാൽ ഒത്തിരി മുന്നോട്ട് മടങ്ങാതെ ഇരിക്കാൻ പരിശ്രമിക്കുക. വീണ്ടും 10ൽ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചുള്ള മാർക്ക് രേഖപ്പെടുത്തുക. അവസാനമായി നമ്മുടെ ഫൈനൽ സ്ട്രെച്ചിങ് എക്സസൈസുകളാണ് ചെസ്റ്റ്, ഡെൽറ്റ്, ട്രൈസെപ്സ്, ക്വാഡ്രൈസെപ്സ് അതായത് തൈസ്, അതുപോലെ ഹാംസ്ട്രിങ്സ് ആൻഡ് കാഫ് സ്ട്രെച്ച്. നമ്മൾ നടത്തിയ ഈ 10 ടെസ്റ്റുകളുടെയും ടോട്ടൽ മാർക്ക് എത്ര ലഭിച്ചുവെന്ന് നോക്കാം. 100ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു? ഇത് നിങ്ങളുടെ പെർഫോമൻസിനെ മനസ്സിലാക്കാൻ സഹായിക്കും. നിങ്ങൾ രേഖപ്പെടുത്തിയ ഈ പേപ്പർ സൂക്ഷിച്ചു വയ്ക്കുക. 3 മാസങ്ങൾക്ക് ശേഷം ഈ ടെസ്റ്റ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫിറ്റ്നസ് പ്രോഗ്രസ് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. നമ്മുടെ വീഡിയോയിൽ നൽകുന്ന ഫിറ്റ്നസ് ഇൻഫർമേഷൻസ്, വർക്കൗട്ട് തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഫിറ്റ്നസ് ട്രെയിനർ എന്ന നിലയിൽ എൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. സ്വന്തം ആരോഗ്യം നോക്കാതെ കുടുംബത്തിന് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന നമ്മുടെ മാതാപിതാക്കന്മാർക്കും പഠനവും ജോലി തിരക്കും തുടങ്ങി പലവിധ കാരണങ്ങളാൽ തങ്ങളുടെ ഫിറ്റ്നസ് ശ്രദ്ധിക്കാൻ സാധിക്കാതെ പോയ എല്ലാവർക്കും ഒരുപോലെ പ്രയോജനകരമായ ഈ വീഡിയോ അവരിലേക്ക് കൂടി എത്തിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അത് വളരെ നല്ല ഒരു കാര്യമായിരിക്കും. അടുത്ത ദിവസം ചെയ്യുവാനുള്ള വർക്കൗട്ട് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.